അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 49 ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടുണ്ട്. അത് മുഴുവനും കേട്ട് മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇപ്പോൾ നിങ്ങളിൽ എത്തിയിട്ടുള്ളത് ഇതിന്റെ 50-ാമത്തെ ഭാഗമാണ്. 50-ാമത്തെ ഭാഗം മുതൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി അല്പാൽപമായി ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക്, അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ എന്തുകൊണ്ടെല്ലാം നിസ്കാരം ബാത്തിലാകും എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല ഇത് നിങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾക്കുണ്ടെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി തുടക്കത്തിൽ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റുകൾ നൽകുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ വളരെ അധികമുണ്ട്. അത് പല വിഭാഗങ്ങളായി കിതാബുകൾ വിവരിച്ചതായി കാണാം. മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും, മറന്നു ചെയ്താലും നിസ്കാരം ബാത്തിലാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ഒന്ന്, നിസ്കാരത്തെ മുറിക്കുന്നു എന്ന് കരുതൽ. നിസ്കാരത്തെ മുറിക്കുന്നു എന്ന് കരുതൽ എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ളുഹർ. അങ്ങനെ അയാൾ മനസ്സിൽ കരുതുകയാണ്, ഞാനിപ്പോ നിസ്കാരം നിർത്തിയിട്ട് ഒരു ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, വന്നിട്ട് ഇനി നിസ്കരിക്കാം, ഇപ്പൊ സമയം ഇല്ല എന്ന് മനസ്സിൽ കരുതിയാൽ അപ്പം നിസ്കാരം ബാത്തിലാകും. ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ഫോൺ വന്ന് ബെല്ലടിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ സംശയിക്കുകയാണ്, ഞാൻ നിസ്കാരം മുറിച്ചുകൊണ്ട് ഫോൺ എടുക്കുകയാണോ വേണ്ടത്, അതോ നിസ്കാരം പൂർത്തിയാക്കുകയോ വേണ്ടത്? അപ്പൊ തന്നെ നിസ്കാരം ബാത്തിലാകും. നിസ്കാരം മുറിക്കണം എന്ന് കരുതുകയോ നിസ്കാരം മുറിക്കണമോ മുറിക്കണ്ടയോ എന്ന് സംശയിക്കുകയോ ചെയ്താൽ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലാകും. അതേ പ്രകാരം തന്നെ അഖ്ലിയായ മുഹാലല്ലാത്ത, അറബി കേൾക്കുമ്പോ പേടിക്കണ്ട, ഞാൻ അതിന്റെ മലയാളം പറയുന്നുണ്ട്. അഖ്ലിയായ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ, മുഹാല് എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ കാര്യം. ബുദ്ധിയിൽ തന്നെ സംഭവിക്കാത്ത കാര്യമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് നിസ്കാരത്തിനെ മുറിക്കുന്നതിനെ കരുതിയാൽ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലാകും. ഉദാഹരണം, ഞാനിപ്പോ ആകാശത്തേക്ക് അങ്ങോട്ട് കയറുകയാണെങ്കിൽ ഞാൻ എന്റെ ഈ നിസ്കാരം മുറിക്കും എന്ന് കരുതിയാൽ അപ്പോൾ തന്നെ അയാളുടെ നിസ്കാരം മുറിയുന്നതാണ്. എന്നാൽ അഖ്ലിയായ മുഹാല്, ബുദ്ധിപരമായി തന്നെ അസംഭവ്യമായ കാര്യം, അങ്ങനെയുള്ള ഒരു കാര്യത്തിനോട് ബന്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഉദാഹരണം, ഇപ്പോൾ രാത്രിയും പകലും ഒരേ സമയത്തുണ്ടായാൽ ഞാൻ എന്റെ നിസ്കാരം മുറിക്കും എന്നൊരാൾ കരുതി, നിസ്കാരം ബാത്തിലാവൂല. കാരണം ഇത് രണ്ടും കൂടി ഒരിക്കലും ഉണ്ടാവൂല. ആകാശത്തേക്ക് കയറുക എന്നത് ഉണ്ടാകും. ഒരു നിസ്കരിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്റെ വണ്ടി വന്നാൽ, വാഹനം വന്നാൽ ഉടനെ ഞാൻ എന്റെ നിസ്കാരം മുറിക്കും എന്ന് മനസ്സിൽ കരുതിയാൽ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലാകും. ഇത് വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കണം. തിരിയുന്നില്ലെങ്കിൽ എന്നോട് നേരിട്ടോ അല്ലെങ്കിൽ പണ്ഡിതന്മാരായ ആളുകളോട് ചോദിച്ച് സംശയങ്ങൾ തീർക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുക. ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ട്,
കഷ്ടതരമായ പ്രവൃത്തി ചെയ്യാൻ, വലിയ ഒരു പ്രവൃത്തി നിസ്കാരത്തിൽ ചെയ്താൽ അപ്പൊ തന്നെ നിസ്കാരം പാത്തില. ഒരു ചാടുക, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. മുമ്പൊരിക്കൊരു വീഡിയോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരാള്, ഒരു വലിയ മനുഷ്യനല്ല, ഒരു 10-15 വയസ്സായ ഒരു കുട്ടി, ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിനെ, അതിന്റെ കുട്ടി മറ്റൊരു ഇമാമിനെ തുടർന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോ ഒരു ഇമാമും ഒരു മമ്മൂമും ഉള്ളെങ്കിൽ തൊട്ടടുത്ത് നിൽക്കണം എന്നാണ്, ഇല്ലെങ്കിൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ആ വലതു ഭാഗത്തായിട്ട് അല്പം പിന്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വേണ്ടത്, അപ്പോഴേ ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. ബാക്കിൽ ഒരു സൊഫിന്റെ അത്ര അകലെ വന്നിട്ട് നിന്ന് നിസ്കരിച്ചാൽ ഇത് വെറുതെ ഇമാമും മമ്മൂമുമായി നിസ്കരിച്ചു എന്നുള്ളൂ, ജമാഅത്തിന്റെ കൂലി ഇല്ല. ജമാഅത്തിനെ സംബന്ധിച്ചൊക്കെ വളരെയധികം പറയാനുണ്ട്. നമ്മൾ ഒരു നിസ്കാരം കൂടുതലാകും എന്ന് കരുതിയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പൊ വേറൊരാൾ വന്നതാണ്. ഇവിടെ ഇമാമും ഈ കുട്ടിയും മാത്രം നിസ്കരിക്കുമ്പോ രണ്ടാമത്തെ ഒരാൾ വന്നിട്ട് കുട്ടി ഇങ്ങനെ തോണ്ടിയപ്പോ ആ കുട്ടി നേരെ തല കീഴ്പ്പെട്ടായിട്ട് കാല് മേൽപ്പെട്ടായിട്ട് ഇങ്ങോട്ട് ബാക്കിക്ക് ഒരൊറ്റ ചാട്ടം. നല്ല പഠിച്ച അഭ്യാസികൾക്കൊക്കെ സാധിക്കുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ ചാടിയാൽ ചിലപ്പോ അങ്ങോട്ട് കൊടുക്കലും വീണിട്ടുണ്ടാവും. അങ്ങനെ ആ ഒറ്റ ചാട്ടം കൊണ്ട് ഈ തോണ്ടിയ ആള് നിൽക്കുന്ന സ്വപ്പിന്റെ കറക്റ്റായിട്ട് അവിടെ വന്നിട്ട് അവിടെ നിന്നു. പക്ഷെ നിസ്കാരം പാത്തിലാവും. അങ്ങനെ ചാടുക, അതാണ് ഫീലും ഫായിഷ്. അതേ പ്രകാരം തന്നെ നിസ്കാരത്തിന്റെ ഇനത്തിൽപ്പെടാത്ത അധികരിച്ച പ്രവൃത്തി തുടരെ ചെയ്താൽ നിസ്കാരം പാത്തിലാവും. സഖീലായ ഭാരമുള്ള അവയവം കൊണ്ട്, ഒന്നിച്ചു പറയുകയാണെങ്കിൽ ഭാരമുള്ള അവയവം കൊണ്ട് തുടരെയായി നിസ്കാരത്തിന്റെ ഇനത്തിൽപ്പെടാത്ത അധികരിച്ച പ്രവൃത്തി ഉറപ്പായിട്ടും സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. അതിനെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഭാരമുള്ള അവയവം എന്ന് പറഞ്ഞ ഏതാ? കരിജിലി, കാല് പോലെ. കാല് ഭാരമുള്ള അവയവം. കാല് കൊണ്ട് എന്ത് ചെയ്തു? അധികരിച്ച പ്രവൃത്തി ചെയ്തു. ഒരു 3 ചവിട്ട് അല്ലെങ്കിൽ 3 അടി എടുത്തു വെച്ചു. ആലിമൻ, വിവരമുള്ളവനായിട്ട്, അല്ലെങ്കിൽ ജാഹിലാണ്, പക്ഷെ ഗൈറു മഅ്ദൂറാണ്, ഉദ്റില്ല അവനക്ക്. ഉദ്റുണ്ടാവണമെങ്കിൽ ഒന്നിൽ അടുത്തു മുസ്ലിമായവനാവണം, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ തൊട്ട് ദൂരത്തായ മലപ്രദേശങ്ങളിലും മലഞ്ചെരുവിൽ ജീവിക്കുന്നവനാവണം. അങ്ങനത്തെ ജാഹിലിന് മാത്രമേ ഉദ്റുണ്ടാവുള്ളൂ, മറ്റവർക്കൊന്നും ഉദ്റുണ്ടാവില്ല. 3 ചവക്കല് തുടരെ 3 ചവിട്ടടി വെച്ചാൽ നിസ്കാരം പാത്തില്ല. എന്നാൽ ആ ശക്തിയായ പേടിയുള്ള നിസ്കാരം, ഹലാലായ യാത്രക്കാരന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അവർക്കൊക്കെ ഇത് പിന്നെ തുടരെ 3 ചവിട്ടടി വെച്ചു എന്നുകൊണ്ട് നിസ്കാരം പാത്തിലാവുകയില്ല. കുറഞ്ഞ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നിസ്കാരം പാത്തിലാവുകയില്ല. ഉദാഹരണം, 1 ചവിട്ടടി അല്ലെങ്കിൽ 2 ചവിട്ട് വെക്കുക, അതുകൊണ്ടൊന്നും നിസ്കാരം പാത്തിലാവുകയില്ലെങ്കിലും ആവശ്യമില്ലാതെ അങ്ങനെ വെക്കുക എന്നത് ഖറാത്ത്. അധികരിച്ചതാണോ കുറഞ്ഞതാണോ എന്ന് സംശയമുണ്ടെങ്കിലും നിസ്കാരം പാത്തിലാവുകയില്ല. ഉറപ്പായിട്ടും അധികരിച്ച പ്രവൃത്തി ആവണം, അപ്പൊ മാത്രം നിസ്കാരം പാത്തിലാവും. അധികരിച്ച പ്രവൃത്തി തന്നെ തുടരെയാവണം, അപ്പോൾ മാത്രമേ നിസ്കാരം പാത്തിലാവുകയുള്ളൂ. കുറെ പ്രവർത്തികൾ ചെയ്തു, പക്ഷെ ഓരോന്നും മറ്റൊന്ന് അതിന്റെ മുമ്പുള്ളതിനെ തൊട്ട് മുറിഞ്ഞ നിലക്കാണുള്ളത്. അഥവാ ആദ്യം ഒരു കാലെടുത്തു വെച്ചു, എന്നിട്ട് പിന്നെ ആ ഇളക്കൊക്കെ മാറിയിട്ട് പിന്നെ ഒന്നും കൂടി, അങ്ങനെയാണെങ്കിൽ നിസ്കാരം പാത്തിലാവുകയില്ല. ആവശ്യമില്ലാതെ ചെയ്യൽ ഖറാത്താണ്. അതേ പ്രകാരം തന്നെ അധികരിച്ച പ്രവൃത്തി തുടരെ ചെയ്തത് സഖീലായ അവയവം കൊണ്ടാവണം, ഭാരമുള്ള അവയവം കൊണ്ട്. അപ്പൊ ഭാരമില്ലാത്ത അവയവം കൊണ്ടാണെങ്കിൽ നിസ്കാരം പാത്തിലാവുകയില്ല. വിരൽ പോലെ. നേരത്തെ നമ്മൾ കാല് പറഞ്ഞത് ഭാരമുള്ള അവയവത്തിന്റെ ഉദാഹരണമാണ്.
വിരൽ ഭാരമില്ലാത്ത അവയവമാണ്. വിരലിങ്ങനെ ഇളക്കി നിസ്കാരം ബാത്തിലാവുകയില്ല. വജഫ്നിൻ കണ്ണിന്റെ പോള പോലെ അതിങ്ങനെ ഇളക്കി നിസ്കാരം ബാത്തിലാവും. അതിനെന്താ പറയല്? കണ്ണ് ഇമ എന്നറിയില്ലേ? വശഫത്തിൻ ഇമ നിൽക്കുന്ന ആ സ്ഥലം, അതാണ് കണ്ണിന്റെ പോള. വശഫത്തിൻ ചുണ്ട്, അത് ഭാരമില്ലാത്ത അവയവമാണ്. അങ്ങനെ ഇളക്കി നിസ്കാരം ബാത്തിലാവും. വലിസാനി നാവ്, അങ്ങനെ ഇളകി നിസ്കാരം ബാത്തിലാവും. അപ്പൊ ഭാരമുള്ള അവയവം കൊണ്ട് തുടരെ അധികരിച്ച പ്രവൃത്തി ഉറപ്പായും ചെയ്താലാണ് നിസ്കാരം ബാത്തിലാവുക. എന്നാൽ അധികരിച്ച പ്രവൃത്തി ജാഹിലായ വിവരമില്ലാത്ത ഉദുറുള്ളവനിൽ നിന്ന് സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഉദുറുള്ളവൻ, ഇത് മഅ്ദൂർ, ഉദുറുള്ള ആള്. ആർക്കാണ് ഉദുറുള്ളത്? ഖരീബുൽ അഹ്ദി ബിൽ ഇസ്ലാമി, അടുത്ത് മുസ്ലിമായവൻ. അല്ലെങ്കിൽ ഔമൻ നശാബി ബാദിയത്തിൻ ബഈദത്തിൻ അനിൽ ഉലമാഇ, പണ്ഡിതന്മാരെ തൊട്ട് വളരെ ദൂരെയുള്ള മലഞ്ചെരുവിൽ ജീവിക്കുന്ന മനുഷ്യൻ. ഇവർക്ക് മാത്രമാണ് ഉദുറുള്ളത്. മറ്റൊരൊറ്റ ജാഹിലിനും ഉദുറില്ല. പഠിക്കാത്തോണ്ടാണ്, അതുകൊണ്ട് ഉദുറുണ്ടാവില്ല. അതേ പ്രകാരം ലറൂറത്ത്, ബുദ്ധിമുട്ടുണ്ടായി, ബുദ്ധിമുട്ട് കാരണം അധികരിച്ച് പ്രവർത്തിച്ചത്. ഉദാഹരണം, ശക്തിയായ ചൊറിയൽ, അങ്ങനെ മാന്തി, ഒരു സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന അത്രയുമുള്ള ഒരു സമയം നിൽക്കാതെ സ്ഥിരമായി ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിലുള്ള അതിശക്തിയായ ചൊറി, അയാളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല. അയാൾക്ക് ഉദുറുണ്ട്. അതേ പ്രകാരം ഒരാൾക്ക് വിറയൽ രോഗമാണ്, ഒട്ടാകിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന രോഗം, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അയാൾക്ക് ഉദുറുണ്ട്. അയാളുടെ നമസ്കാരം ബാത്തിലാവുകയില്ല, കാരണം അയാൾ രോഗിയാണ്. അപ്പൊ ഒരു കാല് നാം വെച്ച സ്ഥലത്തിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് എടുത്തു വെച്ചു, അതിന്റെ കൂടെ തന്നെ മറ്റേ കാലും എടുത്തു വെച്ചാൽ അതിന് 2 ചവിട്ടടി എന്ന് പറയും. ഒരു കാലെടുത്തു വെച്ചാൽ അതിന് ഖത്വത്തുൻ, ഒരു ചവിട്ടടി എന്നാണ് പറയുക. അപ്പൊ അത് നിസ്കാരം ബാത്തിലാവുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഏത്? അധികരിച്ച പ്രവൃത്തി തുടരെ ചെയ്യുക എന്നത്. അല്ലാതെ ഒരു കാല് എടുത്തു വെച്ചു ഉടനെ തന്നെ മറ്റേ കാലും എടുത്തു വെച്ചു നിസ്കാരം ബാത്തിലാവില്ല. കാരണം 2 എണ്ണമായിട്ടുള്ളൂ. അധികരിച്ച പ്രവൃത്തി എന്ന് പറയാൻ പറ്റുകയില്ല. ഇതേ പ്രകാരം തന്നെ കളിയായിക്കൊണ്ട്, കളി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ അത് കുറഞ്ഞ പ്രവൃത്തി ആണെങ്കിലും നിസ്കാരം ബാത്തിലാവും. കളി നിസ്കാരത്തിൽ പറ്റുകയില്ല. അതുകൊണ്ടാണ്. അതേ പ്രകാരം ഒരു പ്രത്യേകമായ മുഅയ്യനായ ഒരു ഫർദിനെ സുന്നത്താണ് എന്ന് വിശ്വസിച്ചാൽ നിസ്കാരം ബാത്തിലാവും. സുന്നത്തിനെ ഫർദാണെന്ന് വിശ്വസിച്ചാലല്ല. ഒരു ഫർദ്, നിസ്കാരത്തിലുള്ള 14 ഫർദുകൾ നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർദാണ് എന്ന് മനസ്സിലാക്കാതെ അത് സുന്നത്താണ് എന്ന് കരുതിയാൽ തന്നെ അയാളുടെ നിസ്കാരം ബാത്തിലാവും. എന്നാൽ നിസ്കാരത്തിലുള്ളതൊക്കെ ഫർദാണ് എന്ന് കരുതിയത് കൊണ്ട് കുഴപ്പമില്ല. ഒക്കെ സുന്നത്താണെന്ന് കരുതിയാൽ നിസ്കാരം സഹിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാകുന്ന രീതിയിലുള്ള നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതിന്റെ 51-ാമത്തെ ഭാഗത്തിൽ ബാക്കി നമസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളുണ്ട്. അതുകൂടി കേട്ട് മനസ്സിലാക്കുകയും ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് മുഖേനയോ അതല്ലെങ്കിൽ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടോ തീർക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മയും നമ്മളുടെ ബന്ധപ്പെട്ട ഭാര്യ മക്കൾ മറ്റ് ബന്ധപ്പെട്ടവരെല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അതേ പ്രകാരം ഈ ചാനലിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ഖൈറും അള്ളാഹു നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആഖിബത്ത് നന്നായി പൂർണ്ണ മുഅ്മിനായി മരിക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.